വെള്ളിമാടുന്നുള്ള ഒരു വീരാനാജി ഒരിക്കലും എന്നോട് ചിലവള്ളി എന്ന് പറയണ്ടേ, മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ, ഈ മഹാനായ മടവൂരിനെ ഇനി അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി, നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ. ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചെല്ലാണെന്ന് വിഷമിച്ച് 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ 2ാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിന്റെ അടുത്തിങ്ങനെ പോയാല്, എന്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോഴും മൂപ്പരായിട്ട് സി എം വലിയുള്ളതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ചിന്തിച്ചോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ, എന്തെങ്കിലും ഒരു തുറപടി, ഇതൊക്കെ കാണില്ല മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖൻ. അയാൾ ഷെയ്ഖിന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയില്ല, മോനെ ഞാൻ ഈ വിളിയാട് വിളിച്ചതിന്റെ ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ സംസാരിച്ച് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പരെ കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോരാ? കണ്ടോ, കേട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും. ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? സി എം മടവൂരിനെ സൗദിയിൽ നിന്ന് വിളിക്കുന്ന, നേരിട്ട് ജയിലിലേക്കാണ് കയറി ചെല്ലുന്നു, കൈപിടിച്ച് കൊണ്ടുപോയി ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കുകയാണ്. എവിടെയാണ് ഈ സമുദായം? ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ? ഇയാള് ആരാണ്? എ പി വിഭാഗത്തിന്റെ ആളല്ലേ? അല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയുമോ? എന്നാൽ സഹോദരന്മാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും, ഇതിലപ്പുറം ഇവർക്കൊരു